ദൈവത്തിന് മഹത്വം. നിത്യതയിലേക്കുള്ള ഓട്ടം. എങ്കിലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നുപോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40:31. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ സ്വയമായി ചെയ്യാവുന്ന 5 കാര്യങ്ങളെ നമുക്കറിയാം. 1. കിടക്കുക. 2. ഇരിക്കുക. 3. നിൽക്കുക. 4. നടക്കുക. 5. ഓടുക. ആത്മികമായി ഇവയെ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ 5 അനുഭവങ്ങളിലും ജീവിക്കുന്നവരെ നമ്മുടെ മധ്യേ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ ഒന്നാമത് കിടക്കുക എന്നു പറയുന്ന നിലയിൽ മരിച്ചു കിടക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരുമാണ്. ഒരു കൂട്ടർ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായവർ. മറ്റൊരു കൂട്ടർ ആത്മിക ജീവിതത്തിൽ പിന്മാറ്റക്കാരായി പാപികളോട് ചേർന്ന് പാപികളായി ജീവിക്കുന്ന ആത്മിക മരണം സംഭവിച്ചവർ, അഥവാ മരിച്ചവരെ പോലെയായി മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവർ. പിന്മാറ്റത്തിലേക്ക് പോയി ശപിക്കപ്പെട്ടവരായി തീർന്ന് ഇവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ലാത്തതിനാൽ അവർ നരകയോഗ്യരാകുന്നു. യാതൊരു പ്രത്യാശയുമില്ലാത്ത തള്ളപ്പെടുന്ന കൂട്ടർ. രണ്ടാമത് ഇരിക്കുന്നവർ. ആത്മിക ജീവിതത്തിൽ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവർ. പട്ടണത്തിലേക്കുള്ള വഴി അറിയാത്ത മൂഢന്മാരായി തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ച് തളർന്നു പോകുന്നവർ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാലത്രേ എന്നറിയാതെ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ പരിശ്രമിച്ച് ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവർ. ഈ കൂട്ടർ ദൈവത്തിൽ ബലപ്പെട്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ചാൽ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്താം. എന്നാൽ അവർ തങ്ങളുടെ ക്ഷീണം നിമിത്തം തളർന്നുപോയിട്ട് ജീവിതയാത്രയിൽ പിന്നണിയിൽ ബലഹീനരായി തീർന്നാൽ പ്രതിയോഗിയായ പിശാചിനാൽ സംഹരിക്കപ്പെടും. ഇവർ വലിയ വിശേഷതയുള്ളവരല്ല. മൂന്നാമത് നിൽക്കുന്ന അവസ്ഥ. ശീമോനെ പോലെ സ്നാനമേറ്റ് അപ്പൊസ്തലന്മാരോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കുന്നവർ. ഈ കൂട്ടർ ദൈവസഭയോടും ശുശ്രൂഷകരോടും ചേർന്ന് നിൽക്കുന്നവരെങ്കിലും അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തതായി കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടവരായി വഷളത്വം പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ്. ഭക്തിയും അഭക്തിയും കൂടിക്കലർന്നതായി ഒരു നാമധേയ ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള ജീവിതം. അവർ തങ്ങളുടെ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കും. അതല്ല എങ്കിൽ ഗോതമ്പിനോടുകൂടെ കളകളായി കാണപ്പെടുന്നവരായി ഇവർ കൊയ്ത്തോളം വളരുമെങ്കിലും കൊയ്ത്തുകാലത്ത് കെട്ടുകളായി കെട്ടിച്ചുട്ടുകളയുമെന്ന് പറയുന്നു. നരകയോഗ്യരായി തീരുന്നു. ഈ കൂട്ടരും വലിയ വിശേഷതയുള്ളവരല്ല. നാലാമത് നടക്കുന്നവരാണ്. തങ്ങളുടെ ആത്മിക ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നടക്കുന്നവർ. അവർ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തിൽ നിന്നുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കുന്നതിനാൽ ജീവിതത്തിൽ ദൈവികമായ വളർച്ചയുള്ളവരായി തീരുന്നു. ഇവർ വളരെ വിശേഷതയുള്ളവരാണ്. ഈ 4 കൂട്ടരെ നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കൂട്ടർ നരകയോഗ്യരായി തള്ളപ്പെട്ടവരാകയാൽ അവരെ ഒഴിവാക്കി ബാക്കി 3 കൂട്ടരെ വിശേഷതയുള്ളവരായി കണക്കാക്കാം. 1-ാം സങ്കീർത്തനത്തിൽ അവർക്കുള്ള ബുദ്ധിയുപദേശങ്ങളെ നമുക്ക് കാണാം. മൂന്നാമത്തെ കൂട്ടർ വളരെ വിശേഷതയുള്ളവരാകയാൽ അവരോടാണ് ഒന്നാമത് പറയുന്നത്. അവർ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന്. ദുഷ്ടത പ്രവർത്തിക്കാനുള്ള ആലോചന അവരുടെ നാശത്തിനായി തീരും. ആകയാൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടന്ന് മഹത്വത്തിൽ പ്രവേശിക്കാൻ ഇടയാകണം. ദൈവത്തോടു കൂടെ നടന്നാൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകും. രണ്ടാമതായി അടുത്ത കൂട്ടരോട് പറയുന്നത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്നാണ്. ദൈവത്തോടു കൂടെ നിൽക്കാത്തവരായ ഇസ്രായേൽ ജനം മുടിഞ്ഞുപോയതുപോലെ മുടിഞ്ഞു പോകാതിരിക്കാൻ കാലേബിനെയും യോശുവയെയും പോലെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവരാകാം. മൂന്നാമത്തെ കൂട്ടരോട് പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നാണ്. പരിഹാസികളോട് കൂടെ ഇരുന്ന് അവകാശം ലഭിക്കാതെ പുറത്താക്കപ്പെടുമെന്നതിനാൽ അത് ചെയ്യരുത്. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഇരിക്കത്തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാകണം. ഈ ബുദ്ധിയുപദേശങ്ങളെ പാലിച്ചനുസരിച്ചാൽ ദൈവസന്നിധിയിൽ ചെന്നെത്താം. ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുമ്പോൾ ഇരിക്കരുത്, നിൽക്കരുത്, നടക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് ഓടുക എന്നതാണ്. മുമ്പേ നാം ചിന്തിച്ചതായ 5 കാര്യങ്ങളിൽ 5-ാമത്തേതും ഓടുക എന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിലെ വളരെ മുഖ്യമായ ഒരു കാര്യം ഓടുക എന്നതാണ്. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയെന്നുള്ളത് നാം ചെയ്യേണ്ടതായ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആകയാൽ നാം വിരുദു പ്രാപിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ഓട്ടക്കളത്തിൽ ഓടുന്നവരായിരിക്കണം. ഒരു ഓട്ടമത്സരം നടക്കുന്ന സ്ഥലം നാം ശ്രദ്ധിച്ചാൽ ഓട്ടമത്സരത്തിൽ താൽപ്പര്യമില്ലാത്ത അനേകർ ആ സ്ഥലത്തേക്ക് പോലും വരാത്തവരായി കാണാം. എന്നാൽ താൽപ്പര്യമുള്ള വളരെ പേർ കാഴ്ചക്കാരായി അവിടെ കൂടി വന്നിട്ടുണ്ടാകും. പിന്നെ മറ്റുള്ളവരെ ഓടുവാൻ സഹായിക്കുന്ന സംഘാടകരായും പരിശീലകരായും കുറേ പേരും മൈതാനത്തുണ്ടായിരിക്കും. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ ഓടുവാൻ ആഗ്രഹിച്ച് ഓട്ടക്കളത്തിൽ ട്രാക്കിൽ കാണപ്പെടുകയുള്ളൂ. ഓർക്കണേ, സമ്മാനം കിട്ടാൻ സാധ്യത അഥവാ വിരുദ് പ്രാപിപ്പാൻ സാധ്യത ഈ ട്രാക്കിൽ കാണപ്പെടുന്നവർക്ക് മാത്രമാണ്. മറ്റാർക്കും ഒരിക്കലും വിരുദ്, കിരീടം ലഭിക്കുകയില്ല. ആകയാൽ നാം തീർച്ചയായും ഓട്ടക്കളത്തിലെ ട്രാക്കിൽ തന്നെ കാണപ്പെടുന്നവരാകുവാൻ ഇടയാകട്ടെ.
ഇനിയും നാം ഓട്ടക്കളത്തിലാണോ അല്ലയോ എന്നെങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനത്തിൽ ചില കാര്യങ്ങൾ കാണാം. ഒന്നാമത്, സകല ഭാരവും വിട്ട് ഓടുന്നവരാകണം. ചിന്താഭാരം അഥവാ ചിന്തകളാൽ ഭാരപ്പെടുന്നവരാകരുത്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നവരായി ടെൻഷൻ അഥവാ ചിന്താകുലമുള്ളവർ ഓട്ടക്കളത്തിൽ ഓടുന്നവരല്ല. നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയാൽ എല്ലാം ദൈവത്തോട് അറിയിക്കുന്നവരാകണം. സകല ചിന്താകുലങ്ങളും ദൈവത്തിന്മേൽ ഇടുന്നവരാകണം. ദൈവം നമ്മെ പുലർത്തേണ്ടതിന് നമ്മുടെ ഭാരങ്ങളൊക്കെയും യഹോവയുടെ മേൽ വച്ചുകൊണ്ട് ഓട്ടം ഓടുന്നവരാകണം. രണ്ടാമത്, മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടണം. ക്രിസ്തീയ ജീവിതം പാപം കൂടാതെ ജീവിക്കേണ്ടതിനായുള്ളതാണ്. നാം സ്നാനപ്പെടുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ട് കഴുകപ്പെട്ട് പാപമോചനം പ്രാപിക്കുന്നു. തുടർന്ന് നമ്മിൽ എന്തെങ്കിലും പാപമുണ്ടായാൽ നാം അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്നു. എന്നാൽ പാപം കൂടാതെ ജീവിക്കുവാൻ കഴിയാത്തവണ്ണം ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. ഇവയെ സ്വമേധാപാപങ്ങൾ എന്നു പറഞ്ഞിരിക്കുന്നു. അത് നമ്മെ മുറുകെ പറ്റുന്നതാകയാൽ വിട്ടുകളയാൻ കഴിയാതെ സ്വമേധയാ ചെയ്യുന്ന പാപങ്ങളാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം അവയെ നമ്മിൽ നിന്ന് അകറ്റി നമ്മെ കാക്കുന്നതിനാൽ നാം പാപമില്ലാത്തവരായി ഓട്ടക്കളത്തിൽ ഓടുന്നവരാകണം. പാപസ്വഭാവത്തിന് അടിമപ്പെട്ട് പാപത്തിൽ ജീവിക്കുന്നവർ ഓട്ടക്കളത്തിൽ ഓടുന്നവരല്ല. മൂന്നാമത്, സ്ഥിരതയോടെ ഓടണം. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ഏറ്റവണ്ണം ചാഞ്ഞും ചെരിഞ്ഞുമല്ല, ക്ഷീണിച്ചും തളർന്നുമല്ല, ഉത്സാഹത്തോടും ഊർജ്ജസ്വലതയോടും കൂടെ ഓടുന്നവരാകണം. മറ്റുള്ളവരുടെ നിർബന്ധത്താലും പ്രേരണയാലുമല്ല, സ്ഥിരോത്സാഹത്തോടെ വേണം ഓടുവാൻ. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും ഓട്ടക്കളത്തിലും അസ്ഥിരനായിരിക്കും. അവർക്കും ഓട്ടക്കളത്തിൽ ഓടുന്നവരാകുവാൻ സാധ്യമല്ല. വീണ്ടും ചില കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ പിന്നിലുള്ളത് മറന്നുകൊണ്ട് നാം നമ്മുടെ ഓട്ടം ഓടണം. ജീവരക്ഷയ്ക്കായിട്ടാണ് ഓടുന്നതെന്നതിനാൽ വഴിയിൽ നിൽക്കുന്നവരും പുറകോട്ട് നോക്കുന്നവരുമാകരുത്. വിട്ടുപോന്നതിനെയും ഉണ്ടായിരുന്നവരെയും ഓർത്താൽ മടങ്ങിപ്പോകുവാനിടയാകും. മാത്രമല്ല, കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവരാകയാൽ നാം നമ്മുടെ ബലഹീനതകളോ വീഴ്ചകളോ കുറവുകുറ്റങ്ങളോ കഴിവില്ലായ്മകളോ ഒന്നും ഓർക്കുവാനിടയാകാതെ ഓടുന്നവരാകണം. അതിനായി കർത്താവിലും തൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടു വേണം ഓടുവാൻ. ഇനിയും മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരിൽ ഒരുവനാണ് വിരുദെന്ന ചിന്തയോടെ നാമും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്നവരാകണം. ആരും നമ്മുടെ വിരുദ് തെറ്റിക്കുവാനിടയാകരുത്. ഈ വിധമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവരായി കിരീടം ആഗ്രഹിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് തിരുവെഴുത്ത് ഒരു ഭാഗ്യകരമായ പ്രത്യാശ നൽകുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കിരീടത്തിനായി പ്രിയം വെച്ച ഏവർക്കും ആ കിരീടം ലഭിക്കുമെന്നതാണ്. അതെങ്ങനെയെന്ന് താഴെ നമുക്ക് ചിന്തിക്കാനാകും. ആരംഭത്തിൽ നാം കണ്ട 1, 2, 3 കാര്യങ്ങളായ മനുഷ്യരാൽ സാധിക്കുന്ന കിടക്കുക, ഇരിക്കുക, നിൽക്കുക എന്നിവ വലിയ വിശേഷതയില്ലാത്തതും ശ്രദ്ധിച്ചില്ല എങ്കിൽ നാശകരവുമാകുന്ന അനുഭവങ്ങളാകയാൽ പ്രയോജനരഹിതവും സാധാരണവുമായ ഇവയെ ഒഴിവാക്കിയിട്ട് ബാക്കി 2 കാര്യങ്ങൾ നടക്കുകയും ഓടുകയും എന്നുള്ള വിശേഷയുള്ളത് മാത്രം യെശയ്യാവ് 40-ാം അധ്യായത്തിൽ പറയുന്നു. കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. മാത്രമല്ല, മാനുഷിക ശരീരത്തിന് സാധ്യമല്ലാത്ത മറ്റൊരു കാര്യം കൂടെ പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അഥവാ പറക്കുമെന്നാണ്. മൺപാത്രങ്ങളാകുന്ന നമ്മുടെ ശരീരത്തിൽ ദൈവം തൻ്റെ അത്യന്ത ശക്തി ദാനമായി നൽകിയിരിക്കുന്നു. കർത്താവിനായി കാത്തിരുന്നുകൊണ്ട് ഓരോ നാളും ഈ അത്യന്ത ശക്തിയെ പുതുക്കുമ്പോൾ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്തിട്ട് ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെട്ട് പറക്കുന്നവരായി തീരുന്നു. മിന്നൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നതുപോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറഞ്ഞിട്ട് ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറയുമ്പോൾ യേശു വെളിപ്പെടുന്ന നാളിൽ യേശുവിനെ എതിരേറ്റ് തങ്ങളുടെ വിരുദ് പ്രാപിക്കുവാനായി ദൈവശക്തിയോടെ ഓടുന്നവർ വിമാനം റൺവേയിൽ ഓടി പറക്കുന്നതുപോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമെന്നതാണ്. അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് അഥവാ ശക്തിയെ പുതുക്കി ദൈവശക്തിയാൽ പറന്ന് ദൈവസന്നിധിയിൽ ചെല്ലുന്നു. ഇതൊരിക്കലും മാനുഷികമായി സാധ്യമായതല്ല, എന്നാൽ ദൈവത്താൽ മാത്രം സാധ്യമാകുന്നതാണ്. 1-ാം സങ്കീർത്തനത്തിൽ മാനുഷികതയ്ക്ക് വിപരീതമായിട്ടാണ് ഓരോ കാര്യവും പറഞ്ഞിരിക്കുന്നത്. ഇരുന്നു നിന്ന് നടക്കുന്നതാണ് മാനുഷികത. എന്നാൽ ദൈവീക വീക്ഷണത്തിൽ ആരംഭത്തിൽ നാം കണ്ട ദൈവത്തോടുകൂടെ നടക്ക എന്ന മുഖ്യമായതാണ് 1-ാമത് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നിൽക്ക, ഇരിക്ക എന്നിങ്ങനെ താഴോട്ടുള്ള അനുഭവമായി പറയുന്നു.
യെശയ്യാവ് 40-ാം അധ്യായത്തിലും മാനുഷികമായ നടക്കുക, ഓടുക, പറക്കുക എന്നല്ല, ദൈവീകമായി മുഖ്യമായത് പറക്കുന്നതാകയാൽ അതാദ്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഓടുക, നടക്കുക എന്നിങ്ങനെ കാണാം. ഈ രണ്ട് അനുഭവങ്ങളിലൂടെയും മാനുഷികമായി നാം ജീവിച്ചു നടക്കുന്നവരായിരുന്ന ക്ഷീണിതരായി നിന്നിട്ട് തളർന്നവരായി ഇരിക്കുകയും പറക്കുന്നവരായിരുന്ന ക്ഷീണിതരായി ഓടുന്നവരായിട്ട് തളർന്നവരായി നടക്കുന്നവരുമായാൽ ആത്മീകമായി നമ്മുടെ ഈ ജീവിതം പിന്മാറ്റമായി, പരാജയമായി അവസാനിക്കും. ആത്മീകമായി ആരംഭിച്ചിട്ട് ജഡീകതയിൽ, മാനുഷികതയിൽ സമാപിക്കരുത്. ആകയാൽ മാനുഷികതയിൽ ആരംഭിച്ച് ദൈവീകതയിലേക്ക് നടത്തപ്പെടുവാൻ നമുക്കിടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിലാണ് വരുന്നത്. അതുകൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുകിടന്ന നാം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ട് രക്ഷിക്കപ്പെടുന്നു. അതിനാൽ നമ്മെ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിലിരുത്തുന്നു. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതിനാൽ നാം സഭയോട്, നടത്തിപ്പുകാരോട് ചേർന്ന് നിൽക്കുവാനിടയാകുന്നു. തുടർന്ന് നമ്മുടെ ഈ ലോകജീവിതത്തിലുടനീളം നാം ദൈവത്തോടുകൂടെ നടന്നു ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുന്നു. ഇനി നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം തൻ്റെ അടുക്കിലേക്ക് പറന്നുപോകുവാനിടയാകും. ആകയാൽ നാം ഇന്ന് ഓടുന്നവരായി തന്നെ കാണപ്പെട്ട് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പറക്കുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.